ഹൊറൈസൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ്. അതിൻ്റെ ആരംഭം, അതിൻ്റെ ചരിത്രവും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു അതുവരെയുള്ള കാര്യങ്ങളുടെ ഒരു ചുരുക്കം. ആദ്യമായി നമ്മൾ പഞ്ചവത്സര പദ്ധതികളുടെ ചരിത്രത്തിലേക്ക് ഒന്ന് കടക്കാം. എന്താണ് പഞ്ചവത്സര പദ്ധതി? കേന്ദ്രീകൃതവും സമന്വയിപ്പിക്കപ്പെട്ട വികസനം, എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിലുള്ളൊരു വികസനം, അത് വിഭാവനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര ഏജൻസിയാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ. അത് നടപ്പാക്കുന്ന പദ്ധതികൾ. അപ്പോൾ എല്ലാ പ്രദേശത്തും വികസനം എത്തുകയും അത് ഒരു സെൻട്രൽ ഏജൻസിയിലൂടെ ആവുകയും ചെയ്യുന്ന തരത്തിൽ വിഭാവന ചെയ്തിട്ടുള്ളതാണ് പ്ലാനിംഗ്. അപ്പോൾ നമുക്ക് പ്ലാനിങ്ങിനെ പ്ലാനിംഗ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് സെൻട്രലൈസ്ഡ് നാഷണൽ ഇക്കണോമിക് പ്രോഗ്രാം എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ സെൻട്രലൈസ്ഡ് ആണ്, ഇൻ്റഗ്രേറ്റഡ് ആണ്. എല്ലാ പ്രദേശങ്ങളും, ആ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ പ്രദേശങ്ങളിലും ഒരേപോലെ വികസനം എത്തിക്കുകയും കേന്ദ്രീകൃതവുമായ വികസനമാണ് ഈ പ്ലാൻസ് കൊണ്ട്, പദ്ധതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5 year plans ആർ സെൻട്രലൈസ്ഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് നാഷണൽ ഇക്കണോമിക് പ്രോഗ്രാംസ്. ഇത് ആദ്യമായി ലോകത്ത് നടപ്പാക്കിയത് പഴയ USSRലെ ജോസഫ് സ്റ്റാലിൻ എന്ന ഭരണകർത്താവാണ്. റഷ്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1928. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യയിൽ പദ്ധതിയുടെ ആശയം ആദ്യമായി കൊണ്ടുവരുന്നത് M. വിശ്വേശ്വരയ്യ എന്ന മഹത് വ്യക്തിയാണ്. വിശ്വേശ്വരയ്യ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നും ഫാദർ ഓഫ് ഇന്ത്യൻ എൻജിനീയറിംഗ് എന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഈ ആശയം ആദ്യമായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകം 1934 പ്രസിദ്ധീകരിച്ച പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയാണ്. വിശ്വേശ്വരയ്യയെ ഒരിക്കൽ കൂടി ഓർക്കുക. ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് ആസ് വെൽ as ഫാദർ ഓഫ് ഇന്ത്യൻ എൻജിനീയറിംഗ്. He published his famous book Planned Economy for India in 1934. That is September 15 is considered as Engineers Day. ദേശീയ തലത്തിൽ പ്ലാനിംഗ് എന്ന ആശയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ്. 1938 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും ഇതിന് കൂടുതൽ മുന്നോട്ട് പോകാനായില്ല. കാരണം രണ്ടാം ലോക മഹായുദ്ധമാണ്. ഇന്ത്യയുടെ പ്ലാനിങ്ങിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒഴിവാക്കാനാവാത്ത ചില പദ്ധതികളുടെ വിവരങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ബോംബെ പ്ലാനാണ്. 1944 8 വ്യവസായ പ്രമുഖർ മുന്നോട്ട് വെച്ച ആശയമാണ് ബോംബെ പ്ലാൻ. ബോംബെ പ്ലാൻ്റെ പൂർണ്ണ നാമം എ ബ്രീഫ് മെമ്മറാൻഡം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്നാണ്. ഒരിക്കൽ കൂടി, എ ബ്രീഫ് മെമ്മറാൻഡം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. 8 പ്രമുഖ വ്യവസായികൾ ചേർന്ന് മുന്നോട്ട് വെച്ച ആശയമാണ് ബോംബെ പ്ലാൻ. ഇതിൻ്റെ ലീഡർ എന്നറിയപ്പെടുന്നത് അർദേശ്വർ ദലാൾ എന്ന വ്യക്തിയാണ്. അർദേശ്വർ ദലാൾ. ഒരു കാര്യം കൂടി ഓർക്കണം, നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് രൂപീകരിച്ച പദ്ധതിയുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതും അർദേശ്വർ ദലാളാണ്. ബോംബെ പ്ലാൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്തെന്നാൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡബിൾ ചെയ്യുക, വ്യാവസായിക ഉൽപ്പാദനം 5 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോൾ
The leader of Bombay Plan is Ardeshir Dalal. The basic objective of plan is to double the output of agricultural production and a 5-fold increase in industrial sector. മറ്റ് വ്യവസായ പ്രമുഖർ JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർദാസ്, AD ഷ്രോഫ്, കസ്തൂർബായി ലാൽബായ്, ശ്രീറാം ആൻഡ് ജോൺ മത്തായ്. ഇതിൽ ഉൾപ്പെട്ട മലയാളിയായ വ്യവസായിയാണ് ജോൺ മത്തായ്. അപ്പോൾ the leader of Bombay Plan is Ardeshir Dalal. The basic objective of Bombay Plan is doubling agricultural output and 5-fold increase of industrial sector. Others participated in Bombay Plan apart from Ardeshir Dalal are JRD Tata, GD Birla, Purushottam Das Thakurdas, AD Shroff, കസ്തൂർബായ് ലാൽബായ്, ശ്രീറാം ആൻഡ് ജോൺ മത്തായ്. മലയാളിയായ വ്യവസായി ജോൺ മത്തായ്. അടുത്തത് ഗാന്ധിയൻ പ്ലാനാണ്. 1944 ശ്രീമാൻ നാരായൺ അഗർവാൾ മുന്നോട്ട് വെച്ച ആശയമാണ് ഗാന്ധിയൻ പ്ലാൻ. ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിജിയുടെ ആശയത്തിൽ അധിഷ്ഠിതമായ വികസനം ലക്ഷ്യമിടുന്നതാണ് ഗാന്ധിയൻ പ്ലാൻ. Gandhian plan put emphasis on expansion of small unit production and agriculture in the villages. Socio-economic principles propounded by Gandhiji is the idea behind this Gandhian plan. Gandhian economics എന്നറിയപ്പെടുന്നതിൽ അധിഷ്ഠിതമായ ഗ്രാമസ്വരാജ് എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് വെച്ച ആശയമാണ് ഗാന്ധിയൻ പ്ലാൻ. The term is coined by J.C. Kumarappa. ഒരിക്കൽ കൂടി ഓർക്കുക, the plan, that is Gandhian plan, is emphasizing small unit production and agriculture in the villages. അതുവഴി വില്ലേജുകളുടെ സാശ്രയത്വം ഉറപ്പുവരുത്തുക. ഇതാണ് ഗാന്ധിയൻ പദ്ധതി. പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതിയാണ്. റാഡിക്കൽ പ്ലാൻ എന്നുകൂടി അറിയപ്പെടുന്ന ഈ പദ്ധതി മുന്നോട്ട് വെച്ചത് MN റോയ് എന്ന വ്യക്തിയാണ് 1945. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ആളുകൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുക. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി ആയതുകൊണ്ടാണ് ഇതിന് ജനകീയ പ്ലാൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർക്കുക, പീപ്പിൾസ് പ്ലാൻ ഈസ് അഡ്വക്കേറ്റിംഗ് ദ നീഡ് ഓഫ് പ്രൊവൈഡിങ് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് ഓഫ് കോമൺ മാൻ. ഇറ്റ് ഈസ് അഡ്വക്കേറ്റിംഗ് ദ നീഡ് ഓഫ് പ്രൊവൈഡിങ് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് ഓഫ് കോമൺ മാൻ. MN റോയ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും സ്ഥാപകൻ കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ മെമ്പറും MN റോയിയാണ്. MN റോയിയുടെ പ്രസിദ്ധമായ പുസ്തകം ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഐ റിപ്പീറ്റ്, പീപ്പിൾസ് പ്ലാൻ ഈസ് പ്രൊപ്പൗണ്ടഡ് ബൈ MN റോയ് in 1945. People's Plan is also known as a radical plan. It is advocating the need of providing the people with the basic necessities of life. MN Roy is the founder of Communist Party of India and Radical Democratic Party. And Mr. MN Roy is the first member of Communist International. Famous book of MN Roy is India in Transition. Next plan we are mentioning is Sarvodaya Plan. 1950 സർവോദയ പ്ലാൻ. ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് ജയപ്രകാശ് നാരായൺ എന്ന വ്യക്തിയാണ്. ഗാന്ധിയൻ പ്ലാനിൽ നിന്നും
വിനോബ ഭാവയുടെ ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് സർവോദയ പ്ലാൻ. അപ്പോൾ സർവോദയ പ്ലാൻ ഈസ് പ്രൊപ്പൗണ്ടഡ് ബൈ ജയപ്രകാശ് നാരായൺ ഇൻ 1950. സർവോദയ എന്ന് പറയുന്ന വാക്കുകൊണ്ട് തന്നെ സർവർക്കും ഉദയം, സോ പ്രോഗ്രസ് ടു ഓൾ എന്നാണ് സർവോദയ പ്ലാൻ്റെ ലക്ഷ്യം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഐഡിയാസ് ഓഫ് ഗാന്ധിയൻ ആൻഡ് വിനോബ ഭാവെ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് the main features of Gandhian plan and ideologies of Vinoba Bhave. ലോക്നായക് ജയപ്രകാശ് നാരായൺ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് സർവോദയ പ്ലാൻ. ഇനി നാം സ്വതന്ത്ര ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പരിശോധിക്കുന്നു. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുന്നത്. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ അത് 1946 KC നിയോഗി എന്ന വ്യക്തിയുടെ ചെയർമാൻഷിപ്പിലുള്ളതാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. ഈ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് 1946 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുന്നത്. ഇത് 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലെ യോജന ഭവനാണ്. പ്ലാനിംഗ് കമ്മീഷൻ മറ്റ് പേരുകളിൽ അറിയപ്പെടുന്നു സൂപ്പർ ക്യാബിനറ്റ്, ഇക്കണോമിക് ക്യാബിനറ്റ്, പാരലൽ ക്യാബിനറ്റ്, ദ ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച് എന്നെല്ലാം അറിയപ്പെടുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. I repeat, Planning Commission is formed on 15th March 1950 on the recommendations of Advisory Planning Board constituted under the leadership of KC Niyogi in 1946. Its headquarters is Yojana Bhavan, New Delhi. It is also called Super Cabinet, Economic Cabinet, Parallel Cabinet and fifth wheel of the coach. Planning Commission is an extra constitutional advisory body. നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷന് പകരമായി രൂപീകരിക്കുന്നത് വരെ ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ രൂപകൽപ്പന ചെയ്തത് പ്ലാനിംഗ് കമ്മീഷനാണ്. ഇതിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററും യൂണിയൻ ക്യാബിനറ്റ് അപ്പോയിൻ്റ് ചെയ്യുന്ന വ്യക്തി വൈസ് ചെയർമാനും അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്നു. ഫസ്റ്റ് ചെയർമാൻ ജവഹർലാൽ നെഹ്റു, ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. അവസാനത്തെ പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദിയും അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേഗ് സിംഗ് അലുവാലിയയുമാണ്. മൊണ്ടേഗ് സിംഗ് അലുവാലിയ. Remember, it is only an extra constitutional advisory body. Planning Commission is an extra constitutional advisory body till the formation of Niti Aayog. It formulated 5-year plans for India. The chairman of Planning Commission was the Prime Minister and the deputy chairman was appointed by Union Cabinet. The first chairman was Mr. Jawaharlal Nehru and first deputy chairman was Gulsarilal Nanda. This Planning Commission lasted till the formation of Niti Aayog. Till the Planning Commission is replaced by Niti Aayog, it was formulated 5-year plans for our country. The last chairman was Mr. Narendra Modi and last deputy chairman was Mondeg Singh Aluwalia. കൂട്ടത്തിൽ നമ്മൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷനെ കൂടെ മെൻഷൻ ചെയ്യാം. 1967 സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ചീഫ് മിനിസ്റ്ററും ഫസ്റ്റ്
വൈസ് ചെയർമാൻ MKA ഹമീദുമാണ്. ആദ്യത്തെ ചെയർമാൻ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടും ഫസ്റ്റ് വൈസ് ചെയർമാൻ MKA ഹമീദുമാണ്. ഇപ്പോഴത്തെ ചെയർമാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും വൈസ് ചെയർമാൻ ശ്രീമാൻ VK രാമചന്ദ്രനുമാണ്. ഇനി നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിനെ കുറിച്ചാണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അഥവാ NDC 1952 ആഗസ്റ്റ് 6 സ്ഥാപിക്കപ്പെട്ടു. ഇതിൻ്റെ പ്രത്യേകത ഏറ്റവും ഉന്നതാധികാര സമിതി പഞ്ചവത്സര പദ്ധതികളെ അപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ഉന്നതാധികാര സമിതിയാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഇതിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് on August 6, 1952. It is the apex body that gives a final approval of 5-year plans. Its chairman was the Prime Minister and it is located in New Delhi. 1952 ആഗസ്റ്റ് 6 ഫോം ചെയ്തെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, എക്സാമിനേഷൻ പോയിന്റിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതി NDCയുടെ അപ്രൂവലോടെ അല്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥ, ബ്രിട്ടീഷ് ഭരണം ചവിട്ടി മെതിച്ച നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പുനരുദ്ധാരണത്തിന് പ്ലാനിംഗ് കമ്മീഷനാണ് നേതൃത്വം നൽകിയതെന്ന് നമ്മൾ അറിഞ്ഞു. ഈ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് ഫോം ചെയ്യുന്നത് വരെ നിലനിന്നു. 2015 ജനുവരി 1 നീതി ആയോഗ് രൂപീകരിക്കപ്പെട്ടു. അതോടെ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതായി. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ്. ഒരിക്കൽ കൂടി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ Transforming India Ayog. This replaced our Planning Commission and was established on 1st January 2015. Its chairman was Prime Minister and first meeting of Niti Ayog is known as Team India. Niti Ayoginte chairman Prime Ministerum നീതി ആയോഗിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ടീം ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. ഓർക്കണം, നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ്. ഇറ്റ് റീപ്ലേസ്ഡ് ദ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1st January 2015 under the chairmanship of Prime Minister. The first meeting of Niti Ayog came to be known as Team India. ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഫസ്റ്റ് വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയയുമാണ്. ഫസ്റ്റ് CEO സിന്ധുശ്രീ ഖുള്ളർ. ഫസ്റ്റ് ചെയർമാൻ നരേന്ദ്രമോദി. പ്രസൻറ്റ് CEO അമിതാഭ് കാന്ത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങൾ ദ പാത്ത് ഹെഡ്, ബ്രാൻഡിങ് ഇന്ത്യ എന്നീ രണ്ട് പുസ്തകങ്ങളുടെ കർത്താവ് കൂടിയാണ് അദ്ദേഹം. പ്രസൻറ്റ് വൈസ് ചെയർമാൻ രാജീവ് കുമാറാണ്. ഒരിക്കൽ കൂടി, ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഈസ് മിസ്റ്റർ നരേന്ദ്രമോദി. ഫസ്റ്റ് വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഫസ്റ്റ് CEO സിന്ധുശ്രീ ഖുള്ളർ. ഇപ്പോഴത്തെ ചെയർമാൻ, പ്രസൻറ്റ് ചെയർമാൻ നരേന്ദ്രമോദി. പ്രസൻറ്റ് CEO Amitabh Kant. Amitabh Kant is the author of The Path Ahead and The Branding of India. Present Deputy Chairman is Rajiv Kumar. നീതി ആയോഗിൻ്റെ ഫുൾ ടൈം മെമ്പേഴ്സ് VK സരസ്വത്, രമേശ് ചന്ദ് ആൻഡ് VK പോൾ. ഫുൾ ടൈം മെമ്പേഴ്സിൻ്റെ പേര് ഒരിക്കൽ കൂടി: VK സരസ്വത്, രമേശ് ചന്ദ് ആൻഡ് VK പോൾ. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഓഫ് നീതി ആയോഗ്:
ഒന്ന് രാജ്നാഥ് സിംഗ്, ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, ഹോം മിനിസ്റ്ററായ അമിത് ഷാ, ധനകാര്യമന്ത്രിയായ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ ആൻഡ് നരേന്ദ്ര സിംഗ് തോമർ അഗ്രികൾച്ചർ, ഫാർമേഴ്സ് വെൽഫെയർ, റൂറൽ ഡെവലപ്മെൻറ്റ്, ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് പഞ്ചായത്തി രാജ്. ഇത്രയും വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയാണ്, ക്യാബിനറ്റ് മന്ത്രിയാണ് നരേന്ദ്ര സിംഗ് തോമർ. നീതി ആയോഗിൻ്റെ താൽക്കാലിക അംഗങ്ങളായി നിയമിക്കപ്പെടുന്നത് പ്രധാന സർവകലാശാലകളിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലെയും ആളുകളെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, എല്ലാ കൂട്ടുകാരിലും എത്തിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതായിരിക്കും.